ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമായി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരുപാട് വ്യത്യാസത്തോടുകൂടി, ഒരുപാട് മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള എനർജിയാണ്. അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്, യൂണിവേഴ്സിലുള്ള വിശ്വാസം കൂടുതലായിട്ടും അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ജീവിതത്തിൽ. അതിനെ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ വേണ്ടി പെട്ടെന്നൊരു ദിവസം ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പെട്ടെന്നൊരു ദിവസത്തെ ഇറങ്ങി പുറപ്പെടൽ കൊണ്ട് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. കാരണം യൂണിവേഴ്സിലുള്ള അമിതമായ വിശ്വാസം, യൂണിവേഴ്സ് എന്നെ രക്ഷിച്ചുകൊള്ളും, യൂണിവേഴ്സ് എന്നെ നോക്കിക്കൊള്ളും, ഇനി എനിക്ക് ഈ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അറിയണ്ട എന്നൊക്കെയുള്ള ചിന്തകളോടുകൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. ഒരുപാട് സാമ്പത്തികപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇനി അതല്ല, നിങ്ങളിലേക്ക് പൂർവികമായ സ്വത്തുക്കൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ നിങ്ങളെ തന്ന് സഹായിക്കുന്ന എനർജി ഉണ്ടാവുക. അതുമല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തതിൻ്റെതായിട്ടുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ധാരാളമായിട്ട് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ്. അതായത് കിങ്ങിന്റെ പദവിയല്ലേ. അപ്പോൾ കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സമൃദ്ധിയാണ്, നിറവാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിറവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കോയിൻസ് എന്ന് പറയുമ്പോൾ പെൻഡക്കിൾ എർത്ത് സൈനാണ്. ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാവേ. ഇവിടെ വന്നിരിക്കുന്ന നേവ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം ഇവിടെ എന്തോ നിങ്ങളിൽ ഒരു ചതിവ് പറ്റിയിട്ടുണ്ട്. ഈ ചതിവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ സാമ്പത്തികം ലഭിക്കുന്നത്. മനസ്സിലായി? നിങ്ങളുടേതായ സാമ്പത്തികം ആരെങ്കിലും ഒക്കെ നിങ്ങളിൽ നിന്നും അപഹരിച്ചിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും സഹായിക്കാൻ പോയിട്ടുണ്ടാവാം, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിൽ നിന്നും നിങ്ങൾ പാഠം പഠിച്ച് മുന്നോട്ട് വരികയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ വില മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് മാർഗങ്ങൾ ആരായുന്നുണ്ട്. ഇതിനെ തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ ആരായുന്നു. അങ്ങനെ നിങ്ങളിലേക്ക് സാമ്പത്തികം തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഉണ്ടാവാം. ചീറ്റ് ചെയ്യപ്പെട്ടവരിൽ നിന്ന് ഒരു രക്ഷ നേടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 10 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. 10 ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് ഓർണമെന്റ്സ് വാങ്ങിക്കുന്നതാവാം, വിവാഹത്തിലേക്ക് കടക്കുന്നതാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളോടൊപ്പം ചേരുന്ന എനർജിയും ആവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി കിട്ടാനുള്ള ഭാഗ്യവും ആവാം. എന്തായാലും ഇവിടെ നിറഞ്ഞ സമ്പത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. കുടുംബസഹിതം സന്തോഷത്തിലേക്ക് നീങ്ങാനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പല കാര്യങ്ങളിൽ നിന്നും, പല പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാവേ. ഇവിടെ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ആണ്. പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. അല്ലെങ്കിൽ ജീവിതത്തിന്റെ അടുത്ത അധ്യായം
അടുത്ത ഒരു അധ്യായത്തിലേക്ക് പോവുകയാണ് നിങ്ങളിവിടെ. നഷ്ടപ്പെട്ടതിൽ നിന്നുമുള്ള, ഇവിടെ നഷ്ടപ്പെട്ടു എന്നാണ് കാണുന്നത് അല്ലേ? അപ്പോൾ നഷ്ടപ്പെട്ടതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ്. ആ നഷ്ടപ്പെടലിനെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. നഷ്ടപ്പെട്ടതിനെ നിങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യുന്നു. മനസ്സിലായോ? നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തരാവാൻ സാധിക്കുന്നു. പുതിയൊരു ജന്മത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ചില അധ്യായങ്ങളിലേക്ക് കടക്കാൻ ഇവിടെ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്ങോടുകൂടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അവിടെയാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം. ഈ നഷ്ടങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, ഇവിടെയും അതാണ് വന്നിരിക്കുന്നത്. ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരുപാട് നിങ്ങളുടെ പഴയ രൂപം ഇതായിരുന്നു, പക്ഷെ നിങ്ങളൊരു പുതിയ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, പുതിയ രൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ വിട്ടുപോയിട്ടുണ്ടാവാം, മരണം സംഭവിച്ചിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ നാശനഷ്ടങ്ങൾ, ജീവിതത്തിൽ ആകെപ്പാടെയും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. ഒന്നുമില്ല, ഇനി എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്നിരുന്ന ഒരു സമയമായിരിക്കും. അവിടെയാണ് നിങ്ങൾക്കൊരു പുനർജന്മം എന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? സിക്സ് ഓഫ് വാൺസിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വിജയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു വിജയം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ അഭിനിവേശമാണിത്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നേടിയെടുക്കാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവാം. പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പാഠം പഠിച്ചു. അതിന് എങ്ങനെ ഇനി ജീവിതത്തിലെ വിജയത്തിലേക്ക് വരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പൊരുതി നേടുന്ന ഒരു വിജയമാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരു സക്സസിന് വേണ്ടി നിങ്ങൾ പൊരുതാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ സ്ട്രെങ്ത് ആണ്, കണ്ടില്ലേ? ആ പരാജയങ്ങളിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഇവിടെ സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കുന്നത്. ഇനി എന്താണ് വേണ്ടത്? പവർഫുൾ ആവാൻ ഇനി എന്ത് വേണം? മനസ്സ് ഒരുപാട് വിഷമത്തിലേക്ക് പോയിരിക്കുന്നു, അല്ലെങ്കിൽ പരാജയത്തിലേക്കാണ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ധൈര്യമില്ലായ്മയിലേക്ക് പോയിരിക്കുന്ന മടിപിടിച്ച ഒരു ജീവിതം ഉണ്ടായിരുന്നു ഇതുവരെയും. പക്ഷെ അവിടെ എന്ത് ചെയ്താലാണ് ഇനി എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇവിടെ ധൈര്യം നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളെ മുൻനിർത്തി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഗുണങ്ങളെ മുൻനിർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങളിലുള്ള ക്ഷമ ആദ്യം വേണം. സ്നേഹം നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിങ്ങളിൽ എല്ലാ വിധത്തിലുമുള്ള ഗുണങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ? ഇതെല്ലാം ഉണ്ട്, പക്ഷെ അതിന് കുറേ ത്യാഗം സഹിക്കാതെ, മറ്റുള്ളവരുടെ സ്നേഹമുണ്ട്, പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ, സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. അത് കൊണ്ടുവരണമെങ്കിൽ, ശരിയായ രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും, കുറച്ചൊന്ന് ത്യാഗം അഥവാ കുറച്ച് ത്യജിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചില കാര്യങ്ങളെ. അങ്ങനെ വരുമ്പോൾ സ്നേഹമായാലും ക്ഷമയായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് ഈ ഒരു കാര്യങ്ങളെ, ഈ ഒരു സ്വഭാവ രീതികളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് വരാൻ പറ്റൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കണമെങ്കിൽ, അത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ത്യാഗം സഹിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ഒരു കാര്യം സാധ്യമാക്കാൻ പറ്റില്ല. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. അതിനായിട്ട് കുറെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവണം, അതിനായിട്ട് കുറെ ത്യാഗങ്ങളെ സഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെയൊക്കെയും
കയ്യിൽ ഒതുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം പരാജയം വന്നാലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രതിസന്ധികളെ മറികടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചില ഗുണങ്ങളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പറഞ്ഞതുപോലെയുള്ള അബണ്ടൻസിലേക്ക് നീങ്ങാൻ സാധിക്കൂ. ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക്, ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രിൻസസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കാരണം നിങ്ങൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റു ചക്രാസും ആക്റ്റീവ് ആകും. അപ്പോഴാണ് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ അഭിനിവേശം ഉണരുന്നത്, അപ്പോൾ കോൺഫിഡൻ്റ് ആവുന്നത്. മനസ്സിലായി. അങ്ങനെ കോൺഫിഡൻ്റ് ആകുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ആദരിക്കുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ സ്വയം കോൺഫിഡൻ്റ് ആവുമ്പോൾ മാത്രമാണ്, അല്ലാതെ ലഭിക്കില്ല. മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ആദരവും ലഭിക്കില്ല. കാരണം നെഗറ്റീവ് ചിന്താഗതിയാണ് എപ്പോഴും ഉള്ളത്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ ഭീരുവാണ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എനിക്ക് എല്ലാ വിധത്തിലുമുള്ള കഴിവുകളുണ്ട്, ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. ഞാൻ കോൺഫിഡൻ്റ് ആണ് എൻ്റെ കാര്യങ്ങളിൽ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയും, എന്നിൽ ഈശ്വരാനുഗ്രഹമുണ്ട്, ഞാൻ അത്ര നല്ല വ്യക്തിയാണ്, എന്നിൽ മറ്റുള്ള കളങ്കങ്ങളൊന്നുമില്ല, ഞാൻ എപ്പോഴും നന്മ നിറഞ്ഞ പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിന് കൊടുത്തുകൊണ്ട് കൂടുതൽ ധൈര്യം പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കോൺഫിഡൻസോടുകൂടി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജോലിക്കാര്യങ്ങളിൽ, ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നല്ല ഒരു പദവിയിലേക്ക്, മുൻപന്തിയിലൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ, കണ്ടില്ലേ, എന്തെങ്കിലും ബുദ്ധിപൂർവ്വം നിങ്ങളിവിടെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകും, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കുക, കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക, തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക. അതിനുള്ള കഴിവ് വേണമെങ്കിൽ എന്താണ്? കോൺഫിഡൻസ് ആവണം, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആവണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഇത് ബുദ്ധിപൂർവ്വം വേണം ചിന്തിച്ച് തീരുമാനമെടുക്കാൻ. അങ്ങനെ നിങ്ങൾ ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു. പുതിയ ചില കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലേ? പുതിയ ചില കാര്യങ്ങളിലേക്ക്, അതായത് ചില പുതിയ തീരുമാനങ്ങൾ, അത് യാത്രകളാവാം നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതുമല്ല എങ്കിൽ ഏതെങ്കിലും ജോലിയിലേക്ക് കടക്കണം, അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ കോഴ്സ് പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. യാത്രകൾ, ഇതൊക്കെ നിങ്ങളിവിടെ ഫ്ലൈറ്റ് യാത്രയാവാം, അങ്ങനെയും വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹാങ്ഡ്മാൻ്റെ എനർജി 2 കാർഡ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഹാങ്ഡ്മാൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇവിടെ ഹാങ്ഡ്മാൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ പല ആൾക്കാർക്കും. ചിലപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കുക, അപ്പോൾ മാത്രമാണ് കുറച്ചുകൂടി മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. മുന്നോട്ട് മറ്റൊരു വീക്ഷണത്തിലൂടെ ജീവിതത്തെ കാണാൻ കഴിയുക. ഇവിടെ അങ്ങനെയാണ്. കുറച്ച് ദിവസം, 1-2 ദിവസം തീരുമാനങ്ങൾ കിട്ടുന്നില്ല, ആലോചിക്കുന്ന കാര്യത്തിൽ ഒരു ഉത്തരവും ലഭിക്കുന്നില്ല, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. അങ്ങനെ കാരണം കൈകാലുകളൊക്കെ ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ മനസ്സ് പതർന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് 1-2 ദിവസം ഒന്ന് സ്ലോയിലിരുന്നാലും 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് പുതിയ ചില ഐഡിയാസ് ലഭിക്കും. അങ്ങനെ പുതിയ ചില ഐഡിയാസ് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്
ഒരു സക്സസ് ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷണലി ഇംബാലൻസ്ഡ് ആണ്, എന്തോ മിസ്സിങ് എനർജിയാണ്. മനസ്സിലായി? ആഗ്രഹിച്ച വ്യക്തികൾ വരുന്നില്ല, അതാണ്. ആഗ്രഹിച്ച ഒരു വ്യക്തിയെ മാത്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി വന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ശരിയായ രീതിയിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ചിലപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ ആരെയെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഇവിടെ കപ്പല്ലേ, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിലേക്ക് ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കാനോ പ്രപ്പോസ് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യത, ആരുടെയെങ്കിലും ചിലപ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള തീരുമാനമായിരിക്കാം. അത്തരത്തിലുള്ള എനർജി ഉണ്ടാവാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടാവാം, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയും ഉണ്ടാവാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വെരിഫിക്കേഷൻ വേണ്ടി കാണിച്ചു കൊടുക്കാവേ. ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവികമായ ഒരു നീതി നിങ്ങൾക്ക് നടപ്പിലാക്കണം, ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണം. അങ്ങനെയുള്ള ചിന്തയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു ചിന്ത നമ്പർ 8 ആണ്. അപ്പോൾ ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളിത് ആഗ്രഹിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇത് വരാനുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾക്കിവിടെ ഒരു സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്ന ദൈവികമായ ഒരു എനർജി, പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളിവിടെ കോടതി വഴി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു കോടതി വഴിയുള്ള കേസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു ജയം, അങ്ങനെ അവിചാരിതമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജയം ലഭിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങൾ ചിലപ്പോൾ അതിനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അല്ല എങ്കിൽ നിങ്ങൾ നന്മയുടെ പാതയിലൂടെ മാത്രമേ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും എന്നാണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടില്ല? 3 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്തോ പ്രധാനമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാൻ വേണ്ടിയായിരിക്കണം വെയിറ്റ് ചെയ്യുന്നത്. അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സാഹചര്യത്തെ കാത്തിരിക്കുന്ന എനർജിയാണ്. അത് വളരെയധികം ആവേശത്തോടുകൂടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി രണ്ടുപേർക്കിടയിൽ നിങ്ങൾ കിടന്ന് ചിലപ്പോൾ ഞെരുങ്ങുകയാവാം, ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ കടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് സക്സസ് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. ഇവിടെ സ്റ്റാർ ആണ്. കണ്ടല്ലേ? അടുത്തായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സ്റ്റാർ പദവിയാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കുറേ നല്ല ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ്. ജീവിതത്തിലെ ഒരു ഉയർച്ച എന്ന് പറയുമ്പോൾ അത് ഏത് കാര്യത്തിലുമാണ്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും അസുഖ കാര്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണോ, അവിടെ നിന്ന് നിങ്ങൾക്കത് ഹീലായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അസുഖങ്ങൾ ഭേദപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് തന്നെ നല്ല ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ആരോഗ്യപരമായി മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു സ്റ്റാറായിട്ട് പല ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്ന് മുന്നോട്ട് വരാനും ഒരു ഉയർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യത. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾക്കൊരു താരമായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ അഥവാ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവാം, അവിടെയൊക്കെ മറ്റുള്ളവർ മാനിക്കപ്പെടുന്ന, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ജീവിതത്തിൽ തന്നെ നല്ല ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടി എടുക്കാവേ. കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ട് ഒന്നും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല.
മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നത്. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും. നന്മ ചെയ്തോ നിങ്ങളിലേക്ക് നന്മ തന്നെയാണ് വരുന്നത്. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ നിങ്ങളിലേക്ക് വരും. ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടേത് കണ്ടിട്ട് അസൂയപ്പെടുന്നത്? അവരുമായിട്ട് താരതമ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. മറ്റുള്ളവർക്ക് വലിയ വീടുണ്ട്, കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ മനസ്സ് വിഷമിക്കേണ്ട കാര്യമില്ല. അതിനായിട്ട് നിങ്ങളുടെ എനർജി കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യൂ. മറ്റുള്ളവരുടെ ഒന്നും കണ്ടിട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് തരാനുള്ളത് ദൈവം നിങ്ങൾക്ക് തന്നെ തരും. മനസ്സിലായി? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത്. ഗിൽറ്റാണ്. ചെയ്ത കാര്യങ്ങളിൽ പശ്ചാത്താപം അനുഭവിക്കുന്നുണ്ട്. കുറ്റബോധം തോന്നുക. കുറ്റബോധം തോന്നുന്നത് എന്താണ്? മനുഷ്യത്വമുള്ളവർക്ക് മാത്രമാണ് കുറ്റബോധം എന്ന് പറയുന്ന ആ ഒരു വികാരം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരാൻ സമയമായിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ പിന്നെ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ വീണ്ടും നിങ്ങൾ നല്ല ഒരു അവസ്ഥയിലേക്കാണ് പോവുക. ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയല്ലേ? അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അവിടെ ആ തെറ്റിനെ തിരുത്തി മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹവും ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അടുത്തായിട്ട് വരുന്ന കൺട്രോളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന അതോറിറ്റി പവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി നിമിത്തമാണ്. മനസ്സിലായി? ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി തരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് കാര്യത്തിലും, സാമ്പത്തികപരമായിട്ടും, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു ഉറച്ച നിലപാടെടുക്കാൻ സാധിക്കുന്നു. അല്ല എങ്കിൽ ജീവിതത്തിൽ തന്നെ ഒരു അടിസ്ഥാന ഭദ്രത ലഭിക്കുന്നു. അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ നിങ്ങളെ അനുസരിച്ച് നിൽക്കുന്ന എനർജിയും ആവാം. അടുത്തായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കണ്ടീഷനിങ് ആണ്. കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവാം ചില കാര്യങ്ങളിൽ, അല്ലേ? അപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് തീർച്ചയായിട്ടും വിഷമം അനുഭവിക്കേണ്ടി വരുന്നത്. മറ്റുള്ളവർ ചിലപ്പോൾ ചങ്ങലക്കിട്ട് വലിക്കുന്ന എനർജി ഉണ്ടാവാം. മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ നിങ്ങളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് വന്നാൽ ജീവിതത്തിൽ സക്സസിലേക്ക് വരാൻ കഴിയും. എന്ന് ഇരുളടഞ്ഞ റൂമിൽ ഇരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവരുടെ മാസ്റ്റർ ആവാൻ സാധിക്കണം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മാസ്റ്റർ ആവാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കാൻ, മറ്റുള്ളവരുടെ ഗുരുവാകുക എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് ഏറ്റവും വലിയൊരു പദവി, അല്ലേ? അപ്പോൾ ഈ ഒരു പദവി ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള സാധ്യത, നിങ്ങൾ ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് വരുന്നു. നല്ലൊരു പാതയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആത്മീയ പാത നിങ്ങൾ തിരഞ്ഞെടുത്തു എങ്കിൽ തീർച്ചയായിട്ടും ഇത് ജീവിതത്തിന്റെ സക്സസിന് വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പല കാര്യം എക്സ്പീരിയൻസിങ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു നന്മയിലേക്ക് കടക്കാൻ സാധിക്കുന്നു. കാരണം അറിയാവുന്ന, നല്ല തെറ്റേത് ശരിയേത് എന്ന് ബോധ്യമായി മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.